പേര് മാനിക്കുന്നതാണ്. അഗൈൻ പറഞ്ഞ പോലെ സൈറ്റ് സീയിങ് തന്നെയാണ്. അന്ന് നമ്മളിവിടെ എത്തുമ്പോൾ രാത്രിയായിരുന്നു. ഇതിന്റെ മേലൊരു സംഭവമുണ്ട്, അവിടെയാണ് നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്നറിയില്ല, ചോദിക്കണം. മേലെയും കയറി പോവാം. അവിടെ ഒരു സംഭവം കാണുന്നുണ്ട്. അണ്ണാ ഇന്ത്യ അടുത്തോടെ പേരുന്നാടാ? മാണിക്യധാരാവാ? ഇത് ദേവരമ്മ ടെമ്പിൾ. അത് ದೀಪಾವಳಿಗೆ ಮಟ್ಟದ ಓಪನ್ ಆಗುತ್ತದೆ. ದೀಪಾವಳಿಗೆ ಮಟ್ಟದ ಅದು ಓಪನ್ ಆஇருக்கும். ಬೆಟ್ಟದ ದೇವರಮ್ಮ. ಬೆಟ್ಟದ ದೇವರಮ್ಮ. அதோட என்ட்ரன்ஸ் எந்த வழியான? கீழ இருந்தா. ஓகே. டெம்பிள் அது மெயின் டெம்பிள் கீழ இருக்கு. அங்க இருந்து தெரியும் இல்லையா? மெயின் டெம்பிள் கீழ இருக்கு. ஓகே. தீபாவளி ஒரு டைம் ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ദീപാവലിക്ക് മാത്രമേ അത് ഓപ്പൺ ആവത്തുള്ളൂ കേട്ടോ ആ ടെമ്പിൾ. ഓക്കെ. കുറച്ച് റീൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മാണിക്യധാര അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നടക്കാം. ഇതിൻ്റെ ജസ്റ്റ് ചെറുതായിട്ട് വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് വ്യൂ കാണാം. ഇനിയിപ്പോൾ അങ്ങോട്ട് എവിടെ പോയാലും ചാടിയോടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ വെച്ചാൽ അതൊരു ടെമ്പിളാണ് അത് ദൂരെ കാണുന്നത്. നിങ്ങൾ ഇന്ന് വീഡിയോ ആയിരിക്കാം. അത് എന്തായിരുന്നു, ദിവാലിക്ക് മാത്രമേ അത് ഓപ്പൺ ചെയ്യത്തുള്ളൂ. അതിൻ്റെ മെയിൻ ടെമ്പിൾ താഴെയാണ്. താഴെ നിന്നാണ് അതിൻ്റെ എൻട്രൻസ് ഉള്ളത്. ഇത് ആക്ച്വലി ഇതിൻ്റെ മുകളിലോട്ട് വേണ്ട, ഇത്രയും കണ്ടാൽ മതി. നീ വരുമ്പോൾ കണ്ടോ ജീവട്ടെ നല്ല ഫോഗ്, ഇതൊക്കെ കോടമഞ്ഞ് എങ്ങനെ ഇറങ്ങുന്നുണ്ടോ? അത്രേ ഉള്ളൂ. അച്ഛൻ അമ്മയ്ക്ക് എന്തൊക്കെയോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയാണ് ഈ ഫോട്ടോ സെഷൻസ്? ഓൺഗോയിങ് ഫോട്ടോ സെഷനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതും ഓൾമോസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ തരാം. മാണിക്യധാര എന്ന് പറയുന്നത് ഇവിടുത്തെ ഇത് പറയുമ്പോൾ സൈറ്റ് സീയിങ് തന്നെയാണ്. നമുക്ക് മേലോട്ട് ട്രക്കിങ്ങും പോകാം. ട്രക്കിങ് പോകാൻ വേണമെങ്കിൽ നമുക്ക് പിക്ചേഴ്സ് കുറച്ച് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യേണ്ട നല്ല പിക്ചേഴ്സ് സ്പോട്ടാണ്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ആൾക്കാരെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യേണ്ട കേട്ടോ. ഫോട്ടോ എടുത്ത് കഴിഞ്ഞു ഇപ്പോൾ അടുത്തൊരു സ്പോട്ടിൻ്റെ വേണം. അപ്പോൾ അവിടെ പോയി നോക്കിയിട്ട് അവിടെ 4-5 പിക്ചേഴ്സ്, ദെൻ ദ സ്പോട്ട് ഈസ് ഡൺ. ഇവിടുന്ന് ഓരോ വ്യൂ ഇങ്ങനെ പോയി വേണമെങ്കിൽ കാണാം എന്താ അവിടെയൊക്കെ. പക്ഷേ നോട്ട് ടയേർഡാണ്. സോ അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടുന്ന് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഇവിടെ കുറേ സ്പോട്ട്സ് ഉണ്ട്. അതാണ് കേട്ടോ നമ്മുടെ വെങ്കടേഷ് ചേട്ടനാണ് നമുക്ക് എല്ലാ ഇതും ചെയ്ത് തന്നത് അടിപൊളിയായിട്ട്. അപ്പോൾ ഇനി അടുത്തത് ഈ സ്പോട്ട്സ് നമ്മൾ താഴെ ഇറങ്ങാനുള്ള ഒരു മാനസികാവസ്ഥയിൽ അല്ലാത്തതുകൊണ്ട് ഇറങ്ങുന്നില്ല. ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ വ്യൂ പോയിന്റ്സ് നമുക്ക് കാണാം. അപ്പോൾ വരുന്നവർ അവിടെ പോയിട്ട് നോക്കാം കേട്ടോ. ഇതാണ് നമുക്ക് ഇവിടുത്തെ വിശേഷം. വീഡിയോ എടുക്കാൻ വിചാരിച്ച സമയത്താണ് നമ്മുടെ പശുമ്പോ വന്ന് നിൽക്കുന്നുണ്ട്. അഹങ്കാരം. പശു വന്ന് നിന്നു ഫോട്ടോ എടുക്കുന്നത് മിസ്സായി. സച്ചപ്പോൾ സൈഡ് ആംഗിൾ മാറ്റി എടുത്തോണ്ടിരിക്കുക. വീഡിയോ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. സച്ചുവിന്റെ ഔട്ട്പുട്ട്സ് അടിപൊളിയായിട്ട് ഞാൻ ചെയ്യാം. ഇതാണ് എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ പിക്ചേഴ്സ് ഞാന് സച്ചുവാണ് ക്യാമറാമാൻ. ഏതൊക്കെ വെറൈറ്റി ആണെന്ന് നോക്കിയിട്ട് എന്നെ കുത്തല്ലടേ. ഗായ്സ്, നമ്മുടെ ഈ ഒരു സ്ഥലത്തിന്റെ വീഡിയോ കഴിഞ്ഞു. അത് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്പോട്ടും ഇതാണ് സൈറ്റ് സീയിങ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കുറേ സംഭവങ്ങൾ കാണാൻ അങ്ങനെയല്ല. കുറേ സൈറ്റ് സീയിങ് ഇനിയിപ്പോൾ താഴേക്ക് പോകാം. താഴെ ഞാൻ പോകുന്നതിന് നേരത്തെ തന്നെ പറഞ്ഞിട്ടായിരുന്നു ടൈഡായിരുന്നു.
ഫുഡ് കഴിക്കാൻ തുടങ്ങി, എല്ലാവരും വിശന്ന് തുടങ്ങിയതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നെക്സ്റ്റ് വീഡിയോ ഇറ്റ്സ് ടാറ്റ ബൈ ബൈ. അപ്പോൾ ഇനി ചിക്മംഗ്ലൂർ ഡയറീസിൽ അടുത്തൊരു വീഡിയോ ഉണ്ടോ എന്നുള്ളത് നോക്കണം. എന്തെങ്കിലും സ്പോട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ്സ് നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് മെൻഷൻ ചെയ്യുക. അപ്പാർട്ട് ഫ്രം ദാറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇടയ്ക്ക് വരണം തട്ടി. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ ഇറ്റ്സ് ടാറ്റ ബൈ ബൈ. എന്തൊക്കെ ചെയ്താലും ശരി, ഇവിടെ സോറുദാം മുഖ്യ എന്ന് പറഞ്ഞ് കളമ്പുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അതിലൊന്നാണിത്.